അതെ, സൂപ്പർ ഡൂപ്പറിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. അത് നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടായ തായ്ലാൻഡ്. അങ്ങനെ പട്ടായ ഏതോ ഒരു തെരുവിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം തേടി. അടിപൊളി. നമ്മൾ പട്ടായ വന്ന മെയിനായിട്ട് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്, മസാജ്. തായ് മസാജ്. നമുക്ക് പച്ചക്കറിയൊക്കെ കിട്ടുന്ന സ്ഥലമല്ല, നമുക്ക് കഞ്ചാവ് കിട്ടുന്ന സ്ഥലമാണ്. ഓർഗാനിക് ആയിട്ടുള്ള വീട് കിട്ടുന്ന സ്ഥലമാണിത്. നന്ദു കാത്തിരുന്ന മുഹൂർത്തം ഇവിടെ വന്നേക്കാണോ, കാണാനായിട്ട് നമ്മളിവിടെ എത്തിയേക്കാണോ. ഇനി എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് കയറിയാൽ എവിടെ തുടങ്ങും എവിടെ തീർക്കുന്നു ഭയങ്കര കൺഫ്യൂസ് ആവും. പിന്നെ നമ്മളൊക്കെ മലയാളികൾ എവിടെ പോയാലും ജീവിക്കറിയാലോ. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ്സ് കണ്ടപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർക്കാണെങ്കിലും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, സൂപ്പർ ഡൂപ്പറിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. അത് നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടായ തായ്ലാൻഡ്. സോ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്നല്ല ഫ്ലൈറ്റ് കയറുന്നത്, കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറുന്നത്. നമ്മൾ രാവിലെ കൊച്ചിയിലെത്തി. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടാവും അല്ലേ? 9:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ ഇതാ എയർപോർട്ടിൽ എത്തി. നമ്മുടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ബോർഡിങ് എടുക്കണം, മറ്റേ ചെക്ക് ഇൻ ചെയ്യണം, പിന്നെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സോ നമ്മൾ സൂപ്പർ ഡൂപ്പർ യൂട്യൂബ് ചാനലിൻ്റെ കുറേ കണ്ടന്റ്, വിഷ്വലും കീടിലും സംഭവങ്ങളൊക്കെ തായ്ലാൻഡിൻ്റെ പരിപാടിയൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരു തായ്ലൻഡ് സീരീസ് തന്നെ വരാൻ പോവാണ്. എല്ലാം അടിപൊളി പ്ലേസ് നമ്മുടെ സീരീസിൽ കൂടി കവർ ചെയ്യും. സോ നമുക്ക് തായ്ലാൻഡിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അവിടുത്തെ കുറേ വിശേഷം, ഫുഡും പിന്നെ പർച്ചേസിങ്ങും കുറേ സ്ഥലങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തായ്ലാൻഡിൽ കാണാം. അപ്പം നമ്മൾ എല്ലാ പ്രൊസീജിയറും ഫ്ലൈറ്റ് ഇരിക്കുകയാണ്. ഏകദേശം 11 മണി കഴിഞ്ഞു. എനിക്ക് നാളെ അവിടെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പം അവിടെ എത്തും. എനിക്ക് പക്ഷേ അവിടുത്തെ ടൈം ഇവിടെ ഇച്ചിരി മുമ്പേ ആണ്. അതെ, അതെ. നമ്മൾ അവിടെ എത്തും. ബാക്കി അവിടുത്തെ പോയി വിശേഷങ്ങളൊക്കെ. അപ്പം നമുക്ക് ഇവിടെ ഫ്ലൈറ്റ് നൈസിന് ഒരു സ്ലീപ്പ് ചെയ്തിട്ട് അവിടെ കാണാം. അങ്ങനെ നമ്മളിതാ പട്ടായ എത്തിയിട്ടുണ്ട്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഡോൺ മ്യോങ് എന്ന എയർപോർട്ടിൽ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു 2.5 മണിക്കൂർ കാറിൽ ഇരുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ നമ്മുടെ പട്ടായ ലോഫ്റ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിലെത്തി. നമുക്ക് ഹോട്ടൽ വിശേഷമൊക്കെ കാണിക്കാം. പക്ഷേ അതിന് നല്ല വിശപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണോ പുറത്തു നിന്ന് കഴിക്കണോ? നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. അല്ലേ, പുറത്തു നിന്ന് കഴിക്കും. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും രാവിലെ ട്രൈ ചെയ്താലോ? ബാംഗ്ലൂരിട്ട് തളർന്നു. നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി എല്ലാം നമുക്ക് പുറത്തുനിന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതെ, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഹോട്ടലിൽ, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻറ്റ്, അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം. അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ അപ്പോൾ അതൊക്കെ ഓരോ പരിപാടി തുടങ്ങാം. നമുക്ക് നല്ല വിഷമമുണ്ട്, ഫുഡ് അടിക്ക് പോകാം. പാപ്പാ
നമുക്ക് ആക്ച്വലി ഇന്ത്യൻ ഫുഡുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചൈനീസ് ഫുഡൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇന്ത്യൻ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ നമ്മൾ കുറച്ച് ചൈനീസ് ഫുഡൊക്കെയാണ് എടുത്തേക്കുന്നത്. ബുഫേ സിസ്റ്റമാണ്. പിന്നെ നമ്മൾ ആക്ച്വലി ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 10:30 ആണ്. ബട്ട് നമ്മൾ ഒരു 7:30 ഒക്കെ ആയപ്പോൾ തന്നെ ഹോട്ടലിലോട്ട് എത്തി. അപ്പോൾ നമ്മൾ ഇത് കോംപ്ലിമെൻ്ററി ആണ് ബ്രേക്ക്ഫാസ്റ്റ്. ബട്ട് നമ്മൾ ചെക്ക് ഇൻ ടൈം ആകാത്തത് കൊണ്ട് ഞങ്ങൾ പേ ചെയ്തിട്ടാണ് മേടിച്ചേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 400 ബാത്താണ് രണ്ട് പേർക്കും കൂടി. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഫുഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് നോക്കാം കോംപ്ലിമെൻ്ററി ഫുഡ് പേ ചെയ്ത് കഴിച്ചത് വർത്താണോ ഇല്ലേന്ന്. കാരണം വെച്ചാൽ അടുത്ത് വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ മോർണിംഗ് തന്നെ നടക്കാൻ മടിച്ചിട്ടൊക്കെയാണ്. പിന്നെ ഇവിടെ കയറിയ പൗഡർ ചേട്ടൻ ഇങ്ങനെ ഓംപ്ലേറ്റൊക്കെ ഇട്ട് നമ്മളെ കൊതിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഓംപ്ലേറ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് പറയാം. ഇനി പറയാൻ പോണത് ശ്രദ്ധിച്ചു കേട്ടോ, ബാങ്കോക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. വേറൊന്നുമില്ല, നമ്മൾ ബാങ്കോക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ തായ്ലൻഡ് വരാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിനാக നോക്കാനുള്ളത് എന്താ, ഫ്ലൈറ്റ് ടിക്കറ്റാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഓൾറെഡി പ്ലാൻ ചെയ്യുന്ന ഒരു 2 മാസം 1 മാസം മുമ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ്. സ്കൈ സ്കാനർ വഴിയോ അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഏത് ഡേറ്റില്ല റേറ്റ് കുറവെന്ന്. അങ്ങനെ നോക്കിയാൽ നമുക്ക് നല്ലൊരു ചെറിയൊരു പ്രൈസിൽ തന്നെ ബാങ്കോക്ക് വരാൻ പറ്റും അല്ലേ? അതെ, ആക്ച്വലി ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. കാരണം ഞങ്ങൾ സഡൻ ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് റേറ്റ് ഇച്ചിരി കൂടിപ്പോയി. നമുക്ക് ഏകദേശം ഒരു 73 ആയി നമുക്ക് രണ്ടുപേരും കൂടി അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ആവുന്നത്. പക്ഷേ അതേ ടിക്കറ്റ് കറക്റ്റ് പ്ലാൻഡ് ആണെങ്കിൽ ഒരു 40,000 രൂപയ്ക്കൊക്കെ രണ്ടുപേർക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ 45-50 രണ്ടുപേർക്ക് അപ്പ് ആൻഡ് ഡൗൺ ഈസി എടുക്കാൻ പറ്റും. അത് നേരെ പ്ലാൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ അറിയാമല്ലോ, ഇന്ത്യൻസിന് കുറേ രാജ്യങ്ങൾ വിസ ഫ്രീ ആക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് തായ്ലാൻഡ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ തായ്ലാൻഡ് ഫാമിലിക്ക് ബെസ്റ്റ് ആണോ, വർത്താണോ, ഫാമിലി ആയിട്ട് വരാമോ, ബാച്ചിലേഴ്സിനാണോ അതോ കപ്പിൾസിനാണോ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് പറയും. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡടി പരിപാടി കഴിഞ്ഞ് നമ്മൾ റൂമിൽ കയറിയിരിക്കുകയാണ്. നമ്മളെ റൂം എവിടെയെന്ന് ചോദിച്ചാൽ പട്ടായ ലോഫ്റ്റ് എന്ന ഹോട്ടലാണ്. നമുക്ക് പട്ടായ വരുമ്പം ഒരുപാട് ഡിഫറെൻറ്റ് ഹോട്ടൽസും അല്ലേ, ഡിഫറെൻറ്റ് ഹോട്ടൽസ് അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് 3 സ്റ്റാർ ആണ്. നമുക്ക് 5 സ്റ്റാർ 4 സ്റ്റാർ ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ 3 സ്റ്റാർ ചൂസ് ചെയ്യുന്ന കാരണം ഫസ്റ്റ് കോസ്റ്റ് കട്ട് ചെയ്യാം, പിന്നെ നമ്മൾ നൈറ്റ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങും. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, കുറച്ച് സമയം മാത്രമേ നമ്മൾ റൂമിൽ കാണുള്ളൂ. അതെ അതെ. പിന്നെ നമ്മൾ എങ്ങനെയാ വന്നേ അല്ലേ, അത് മാക്സിമം എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ വന്നത് നമ്മുടെ റോയൽ സ്കൈ എന്ന ഒരു ട്രാവൽ ഏജൻസി വഴിയാണ്. മാക്സിമം എല്ലാവർക്കും അറിയായിരിക്കും ഇതിനെക്കുറിച്ച്. കാരണം അത് നിങ്ങൾക്കറിയാം, യൂട്യൂബറും പിന്നെ നമ്മുടെ തായ്ലാൻഡ് എക്സ്പ്ലോർ ചെയ്ത് തായ്ലാൻഡ് ടൂർ പാക്കേജ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ ടൂർ പാക്കേജ് ചെയ്യുന്ന ഒരു കിഡില്ല ഒരു മനുഷ്യനുണ്ട്, ഹാരിസിക്കയുടെ റോയൽ സ്കൈ എന്ന ടൂർ ഏജൻസിയാണ് നമ്മൾ വന്നത്. ഇതുവരെ നമുക്ക് സർവീസൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾ ജസ്റ്റ് ഏകദേശം തായ്ലാൻഡ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ 4-5 വർഷമായിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാരിസിക്കയുടെ വീഡിയോ കണ്ടിട്ടാണ് തായ്ലാൻഡ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ തപ്പി പിടിച്ചൊക്കെ വരുമ്പം എനിക്ക് അവിടുത്തെ കോർഡിനേറ്റർ നമ്മളെ റിഫാന കോൺടാക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചു അതിനൊക്കെ ആൻസർ ചെയ്യും. നമുക്ക് ഇതുവരെ ബെസ്റ്റ് ആയിട്ടാണ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ടാണ്, നല്ല കോർഡിനേഷൻ ആണ്. ഇവർക്ക് ആക്ച്വലി ഡിഫറെൻറ്റ് പ്ലാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ആക്ച്വലി ഒരു 5 ഡേയ്സ് ലീവിന് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളൊരു 5 ഡേയ്സ് പ്ലാനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. This one is also the pendant. He is setting the gemstone. We use yellow sapphire. This one also Thai local stone. Yellow sapphire Pukharash. This one also white gold. White gold setting. The white stone is real original stone, and the white stone besides we use real diamonds. This one they are lucky birthstone. We use in the month. We follow from the star also, but this one month you can check also the stone and with the meanings. But just something in our big company here, we give you the certificate of guarantee for lifetime, international certificate. We mark everything for you. Also, if in gold setting, we take the picture. Silver setting, just the plain one without photo or inclusion inside. But if you take a look for the synthetic one, 100% perfect. Color, quality, clarity. Yeah.
അപ്പം നമ്മൾ ജെംസ് ഗാലറിയിൽ പോയി, ബട്ട് ഒരു അബദ്ധം പറ്റി. കാരണം അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ആക്ച്വലി അവിടെ ഡയമണ്ട് മാനുഫാക്ചർ ചെയ്യുന്നൊരു സെക്ഷനുണ്ട്, അവിടെ നിന്ന് വീഡിയോ എടുത്തു. ബട്ട് ഡയമണ്ട് വെച്ചിരിക്കുന്ന സെക്ഷൻ സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. കിഡിലൻ ഡയമണ്ട്സ് എല്ലാം, ഒരു കുറേ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ കാണിച്ചു, സഫയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാണ്ട ഒരു ചാൻസ് കിട്ടി. കിഡിലായിരുന്നു. നമുക്ക് സെയിലിനാണ്, നമുക്ക് മേടിക്കാൻ പറ്റും. ബട്ട് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങൾ നന്നായിട്ട് ചോദിച്ച് നോക്കി, ബട്ട് പറ്റിയില്ല. കുഴപ്പമില്ല. നമുക്കപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ചൂസ് ചെയ്യാൻ പോകുന്നവർ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് മേടിക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം നല്ല ക്വാളിറ്റി ഡയമണ്ട്സ് ഒക്കെയാണ്, കിട്ടില്ല കളർ. പിന്നെ കയറി പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡയമണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ഒരു എന്തോ പറയാം, ഷോ പോലെ അല്ലേ, ഒരു ട്രാക്ക് വണ്ടി കയറി എന്നിട്ട് ഞാൻ മൂവ് ചെയ്ത്. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പ്രൈവസിയാണ് ഇവിടെ. കുറച്ച് ഡയമണ്ടൊക്കെ ഉണ്ടുണ്ടാവാം. 1-2 സ്പോട്ടിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്, ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെ പട്ടായ ഏതോ ഒരു തെരുവിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് നമ്മൾ. ഉച്ചയ്ക്കുള്ള ഭക്ഷണം തേടി ജെംസ് ഗാലറി പോയി. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ അടുത്ത് ചെറിയൊരു ഫുഡ് അടി പരിപാടിയുണ്ട്. പിന്നെ വൈകുന്നേരം അൽക്കസാർ ഷോ ഉണ്ട്. അൽക്കസാർ ഷോ നമ്മൾ പ്രതീക്ഷിക്കുന്നു അടിപൊളിയായിരിക്കുന്നു. മോർണിംഗ് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ ആക്ച്വലി തായ് ഫുഡ് എന്ന് പറയാം, എന്നാലും ചൈനീസ് ഫുഡൊക്കെയാണ് നമ്മൾ നോർമലി കഴിച്ചിട്ടുള്ള ഫുഡൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തായ് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്, ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റാണ്. ബട്ട് കാണാനൊക്കെ നല്ല രസമാണ്. അപ്പം മെനു ചെക്ക് ചെയ്തപ്പോഴത്തേനും എന്ത് മേടിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. സോ നമ്മൾ ലാസ്റ്റ് ഫ്രൈഡ് ചിക്കൻ പ്ലസ് ഫ്രഞ്ച് ഫ്രൈസ്, അപ്പോൾ അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു മാംഗോ സ്മൂത്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇഷ്ടപ്പെട്ടാൽ വേറെ ഐറ്റംസ് ഓർഡർ ചെയ്യാം. സോ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കനും ഫ്രൈസും നമ്മുടെ സ്മൂത്തി എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കപ്പം ഫ്രൈഡ് ചിക്കൻ കഴിച്ചു നോക്കാം. ഓക്കെ, ചിയേഴ്സ്. അടിപൊളി, കിടിലം. എങ്ങനെയുണ്ട്? ജീവിതത്തിൽ ഇത്രയും കിടിലം ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടില്ല. കണ്ടിട്ട് ലൊക്കേഷൻ പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല. പട്ടായ ലോഫ്റ്റിൻ്റെ അടുത്തൊരു കടയാണ്. ഓക്കെ, അപ്പോൾ പട്ടായ ലോഫ്റ്റ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ വെച്ച് നോക്കി വന്നാൽ മതി. ഈ വീഡിയോ വേണ്ടി പരിസരം കണ്ട് കയറിയോ. അല്ലെങ്കിൽ എൻ്റെ അറിവിൽ പട്ടായല്ല, തായ്ലാൻഡ് എവിടെ പോയാലും നല്ല ഫുഡ് കിട്ടുന്ന ഇത് തന്നെ ഞെട്ടിപ്പിച്ചത്. ഒരു പ്രതീക്ഷയില്ല, ജസ്റ്റ് ഒന്ന് വിശപ്പ് മാറ്റാൻ കയറിയതാണ്. ശരിക്കും പുറത്താണ്. ഹലോ, നമ്മൾ രാവിലെ ജെംസ് ഗാലറി ഒക്കെ കണ്ട് നല്ല ടയർഡായെന്നല്ല, അടിപൊളി ഫുഡൊക്കെ കഴിച്ചില്ലേ. അതിന് റൂമിൽ പോയി കടന്ന് ഉറങ്ങിയില്ല. അപ്പോഴാണ് നമ്മൾ പട്ടായ വന്നാൽ മെയിനായിട്ട് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്, മസാജ്. തായ് മസാജ്, ഒരു അടിപൊളി മസാജ്. നമ്മൾ ഷോൾഡറും നെക്കും അല്ലേ ഇത്? അതെ, ഞങ്ങൾ അങ്ങനെ റിസർച്ച് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അടുത്ത് കുറച്ച് ഇതുപോലെ മസാജ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അടുത്തൊരു മസാജ് സെൻറ്ററിലാണ് പോയത്. അവിടെ ആക്ച്വലി നമുക്ക് ഡിഫറെൻറ്റ് മസാജ് ഉണ്ട്, തായ് മസാജ്, ഇതുപോലെ ഫുഡ് മസാജ് ഒക്കെ. അപ്പം നമ്മൾ ചെയ്ത മസാജ് ഏതായിരുന്നു? ഷോൾഡർ നെക്കും ആയിരുന്നു. എൻ്റെ അമ്മോ, കിഡില്ല, ഭയങ്കര റിലീഫാണ്. കാരണം നമ്മുടെ മസിലൊക്കെ പൊട്ടുകയെന്ന് അറിയാമല്ലോ, ആ രീതിക്കുള്ള കിഡില്ല അടിപൊളി മസാജ് ആയിരുന്നു. പക്ഷെ അവിടെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ കിട്ടില്ല. ഓക്കെ, സോ ഞങ്ങളത് ഷൂട്ട് ചെയ്തില്ല. പക്ഷെ ആ മസാജ് ഏകദേശം 1 മണിക്കൂർ. ഭയങ്കര ചീപ്പാണ് ഇവിടെ മസാജൊക്കെ. ജസ്റ്റ് 200 ബാത്ത്. അതെ, 250 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു 100 സംതിങ് രൂപ. അല്ല, കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ ഒരു 450. സോറി, നമ്മുടെ നാട്ടിലൊരു 400-450 രൂപ അത്രേ ഉള്ളൂ. 1 അവർ. അടിപൊളിയാണ്. ഫുഡ് മസാജ് ഒക്കെ ഉണ്ട്, അത് കിടിലാണ്. അവിടെയും പോകണം നമുക്ക്. സോ ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്, എല്ലാം ഓണായി വരുന്നേ ഉള്ളൂ. നമുക്ക് ഫുഡ് അടി പരിപാടിയൊക്കെ ഉണ്ട്. കഴിഞ്ഞൂടെ കിടന്നുറങ്ങി. എന്നിട്ട് ഞങ്ങൾ ചെറുതായിട്ട് വിശന്നതുകൊണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഗൈഡ് വരും. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് അൽക്കസാർ ഷോയിനാണ് പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ഞണ്ണാൻ കിട്ടുമോ നോക്കാം. ബാ,
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് വന്ന സെയിം റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. കാരണം നല്ല ഫുഡാണ്, അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. കാരണം ഇപ്പം 6:30 ആയിട്ടുണ്ട്. 7 മണിയാകുമ്പോഴത്തേക്കും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരും. അതെ, അൽക്കസോ ഷോന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഈ റെസ്റ്റോറൻറ്റിലോട്ട് തന്നെ വന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്തിരുന്ന ഫുഡ് ക്രിസ്പി പോർക്കും പിന്നെ ചിക്കൻ സൂപ്പി നൂഡിൽസും ആണ്. പിന്നെ ഈ കട ഇരിക്കുന്നത്, ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് നമ്മുടെ പട്ടായ ലോഫ്റ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ, നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ്. അത് ഗൂഗിൾ മാപ്പിൽ കിട്ടും. അതിന് തൊട്ടടുത്ത് തന്നെ ഈ കടയുടെ പേരാണ് ക്രിഡ് കിച്ചൺ. ഞാൻ രാവിലെ കടയുടെ പേര് ക്ലിയറാണ് പറഞ്ഞിട്ടില്ല, എനിക്കിപ്പോഴാണ് മനസ്സിലായി. ക്രിഡ് കിച്ചൺ. ഓക്കെ, അപ്പം ഒന്നിവിടെ ട്രൈ ചെയ്ത് നോക്ക്. സോ ഇതാ നമ്മുടെ നൂഡിൽസ് കഴിക്കാം. അതിന് മുമ്പേ വേറെ സംഭവം കാണിച്ചു തരാം. ഇവിടെ തായ്ലാൻഡിൽ വന്നാൽ ഭയങ്കര ഫേമസ് ആണ് ഈ കരിക്ക് എന്ന് പറയുന്നത്. ഒന്ന് കാണിച്ചേ. ഓക്കെ, എല്ലാ ഷോപ്പിലും ഉണ്ടാവും ഇങ്ങനെ കരിക്ക്. നല്ല ഫ്രീസായി തണുപ്പിച്ചായിരിക്കും അവർ കരിക്ക് വെച്ചിരിക്കുന്നത്. തായ്ലാൻഡിൽ കരിക്ക് ഭയങ്കര സ്പെഷ്യൽ, ഭയങ്കര ഫ്രഷും ഒരുപാട് ഉണ്ടാവും. എങ്ങനെയുണ്ട്? ട്രൈ ചെയ്തു. എങ്ങനെയുണ്ട്? സൂപ്പറാ, ഫ്രഷ് അല്ലേ? പൊളി. ആഹാ, നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട്, കാണിച്ചു തരാവേ. ഇതാണ് പോർക്ക്, ഫ്രൈഡ് പോർക്ക്. ഓക്കെ, അപ്പം നമുക്കെല്ലാം കൂടി ട്രൈ ചെയ്യാം. എനിക്ക് വീഡിയോ എടുക്കണം, നിങ്ങളെ കാണിക്കും വേണം. ഭയങ്കര ബുദ്ധിമുട്ടാവും പരിപാടി. അതെ, ഈ സംഭവം യൂസ് ചെയ്യാൻ അറിയാവോ? ഈ സംഭവം യൂസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കാം. നമുക്ക് ആ പരിപാടി ഒന്നും ശരിയാവില്ല. ചെക്കു സോസ് എന്താ വേണം? ഇതായിരിക്കണേ. ഔ, അടിപൊളി അടിപൊളി. ഒരു സംഭവം ഉണ്ടോ? പൊളിയല്ലേ? ഫ്രൈഡ് പോർക്ക്. എന്ത് ചെയ്യും എനിക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. സൂപ്പറാ. ഇത് കണ്ട ഡ്രൈഡ്, നല്ല ഫ്രൈഡ്. നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടില്ല KFC പോലത്തൊക്കെ, അതിൻ്റെ പോർക്കാണ്. പോർക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. പിന്നെ അവരെന്തോ ഒരു സോസ് തന്നിട്ടുണ്ട്, നമ്മൾ കാന്താരി മുളക്. അടിപൊളി കാന്താരി മുളക് ഒക്കെ ഇട്ട് സോസാണ്. അതാ പോർക്ക്. ഇത്രയും ഞങ്ങൾ വെറുതെ പറയാണെന്ന് നിങ്ങൾ വിചാരിക്കല്ല. ടേസ്റ്റ് പോർക്ക ഇത്രയും കിട്ടുക കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോസ് നോക്കിയേ, സൂപ്പറാ. ഈ പോർക്കിൻ്റെ പീസ് ഉണ്ടോ? കാന്താരി ചട്നി വന്നിട്ട്, കാന്താരി ചട്നി അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ടേ. തായ്ലാൻഡിലെ ഫുഡ്സ് ഒരു ഫുഡിനെ കുക്ക് ചെയ്ത് അങ്ങ് ഇല്ലാതാക്കില്ല. ഫ്രൈ ആണെങ്കിൽ ഫ്രൈ ചെയ്ത് അലമ്പാക്കില്ല. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഫിഷിൻ്റെ ആ ടേസ്റ്റ് അവിടെ വച്ചിരിക്കും അവർ. അങ്ങനെ ഫ്രൈ ചെയ്ത് മസാല ആക്കി ഇല്ലാതാക്കില്ല. ഓക്കെ, അതാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. പ്രൈസും കുറവാണ്. ഈ നൂഡിൽസ് 50 ബാത്താണ് അല്ലേ? 50 ബാത്ത്. അതെ, ഒരു 50 ബാത്താണ്. പീസ് നോക്കിയോ, പീസുണ്ട്. നമ്മുടെ നെയ്യ് ഉണ്ടല്ലോ, പന്നിയുടെ നെയ്യ്, അതുണ്ട്. ഇതായിരിക്കില്ല, എനിക്ക് പന്നിയുടെ സ്കിന്നാണത്. പന്നിയുടെ സ്കിന്നാണ് ഫ്രൈ ആണ്. പന്നിയുടെ സ്കിൻ ഫ്രൈ അടിപൊളിയാണ്, മനസ്സിലായല്ലേ? ആ സ്കിന്നിലാണ് ഏറ്റവും ടേസ്റ്റ് ഇരിക്കുന്നത്. നൈസാണ്. എനിക്ക് ഇവിടെ ഇത്രയും കഴിച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായി ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയണമെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം കരിക്കൂട്ടനുണ്ട്. കരിക്കൂട്ട അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഈ നമ്മുടെ നാട്ടിൽ അക്കാനി അല്ലെ നീരയൊക്കെ കുടിക്കില്ലേ, ആ ഒരു ഫ്ലേവർ ഇല്ലേ കരിക്കിന്? ആ ഒരു ഫ്ലേവർ ഉണ്ട്. ഞങ്ങൾ ലക്ഷദ്വീപിൽ നിന്ന് കുടിച്ച നീര ഉണ്ടല്ലോ, അത് കുടിക്കുന്ന ഒരു ഫീലാണ്. അത് നൈസല്ലേ, ഇങ്ങനെ തണുത്ത ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഇറങ്ങണേ. സോ കരിക്കൂടിക്ക് തായ്ലാൻഡ് ഫസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഫ്രൂട്ട് ജ്യൂസൊക്കെ ഫ്രഷാണ്. അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ കരിക്കും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരുമ്പം കരി കുടിക്കേ. നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് അടുത്തായിട്ട് തന്നെ ഗ്രീൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് കാണാൻ പറ്റും. ഇതിവിടെ മാത്രമല്ല, നിറയെ ലൊക്കേഷനിലുണ്ട്. ഇത് നമുക്ക് പച്ചക്കറിയൊക്കെ കിട്ടുന്ന സ്ഥലമല്ല, നമുക്ക് കഞ്ചാവ് കിട്ടുന്ന സ്ഥലമാണ്. ഓർഗാനിക് ആയിട്ടുള്ള വീട് കിട്ടുന്ന സ്ഥലമാണിത്. തായ്ലാൻഡിലെ ഈവനിങ് എത്തി. നമ്മളിത് അൽക്കസാർ ഷോ കാണാൻ വന്നിക്കാണ്. നന്ദു കാത്തിരുന്ന മുഹൂർത്തം ഇവിടെ വന്നേക്കാണോ കാണാനായിട്ട് നമ്മളിവിടെ എത്തിയേക്കാണോ. പക്ഷെ ഇവിടെ സുന്ദരിമാർക്ക് പ്രത്യേകത ഉണ്ട്, അത് നമ്മൾ അവസാനം പറയും. നമുക്കിപ്പോ ഷോ കാണാം. ഷോ
การบันทึกภาพวิดีทัศน์และการใช้ไฟฟิล์มอันจะเป็นการรบ From all of us at Alcazar Cabaret, to singers, dancers, performers, crew staff, and management. എൻ്റെ മോനെ ഷോ കഴിഞ്ഞു, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? അടിപൊളി ഷോ ആണ്, വെർത്താണ്. കാരണം 1 മണിക്കൂറുണ്ട് നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ അടിപൊളിയായിരുന്നു. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ക്യാമറ അണയ്ക്കാൻ പറഞ്ഞു അവിടെ ഒരു ചേട്ടൻ വന്ന്. ഓക്കെ, ഫ്ലാഷ് ലൈറ്റ് കണ്ടാലും ഉടൻ വന്ന് സെക്യൂരിറ്റി അത് ഓഫ് ചെയ്യാൻ പറയും. പക്ഷെ തായ്ലാൻഡ് വരണം ഇത് പ്ലാൻ ചെയ്ത് കിടിലാണ്. 1 മണിക്കൂർ ഓർത്ത് എന്തോ ലൈറ്റിംഗ് അടേ, എന്റെ ദൈവമേ, കോസ്റ്റ്യൂംസ് ആവട്ടെ, ലൈറ്റിംഗ് ആവട്ടെ, സെറ്റിംഗ്സ് ആവട്ടെ. ഇത് തായ്ലാൻഡ് വന്ന് കണ്ടില്ലേ നഷ്ടോ. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഡാൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ചേച്ചിമാരുണ്ട് ഒറ്റ കാരണം കൊണ്ട് ഞാൻ വന്നതാ അല്ലേ. ആണ് ഓക്കെ. പക്ഷെ ആ ചേച്ചിമാര് ഒരു സർപ്രൈസ് ഉണ്ട്. പക്ഷെ ആ ചേച്ചിമാരല്ല. അതെ, എല്ലാരും ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അതെ, എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ എന്തോ സുന്ദരി എന്നറിയോ. സർജറീസ് അല്ല, അത് സുന്ദരിമാരാ. അത് ഇത്രയ്ക്ക് സുന്ദരിമാർ നമ്മള് എന്റെ ലൈവില് കണ്ടില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും. അവരോട് ഫോട്ടോ ഒക്കെ എങ്ങനെ അവസാനം എടുക്കാൻ പറ്റി, ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഓർത്തായിരുന്നല്ലേ. ഒത്തായിരുന്നു. ഇവിടെ വന്നാൽ ഒരിക്കലും അൽക്കസാർ ഷോ മിസ്സാക്കല്ല. അപ്പൊ നന്ദു വന്ന പരിപാടി കഴിഞ്ഞു. ഇനി എന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, അതെ, ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ നോക്കാം. നമ്മളിപ്പോ നിൽക്കുന്നത് നൈറ്റ് ബസാറിലാണ്. പട്ടായ നൈറ്റ് ബസാർ എന്ന് പറയും. ഇവിടെ ഒരുപാട് ഷോപ്പിങ്ങും നൈറ്റ് സ്ഥലങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിപ്പം നിൽക്കുന്നത് പട്ടായ നൈറ്റ് ബസാർ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഓരോരോ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. വരൂ. ഇവിടെ കണ്ട ഒരുപാട് ട്രോളീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 799 ബാത്താണ്. നമ്മുടെ നാട്ടിൽ ഇതിനൊരു 3000-4000 രൂപ കൊടുക്കേണ്ടി വരും. ഇത് നൈറ്റ് ബസാറാണ്. ഇന്ത്യൻ ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 900 രൂപ ആവും അല്ലേ, നമ്മളൊരു ഇന്ത്യൻ മണി. ഇത്രയേ ഉള്ളൂ. ഇത് ഫുൾ ഇവിടെ ഷോപ്പിംഗ് സെറ്റപ്പാണ്. ഇങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട്. നോക്കിയേ, ചെറിയ സെറ്റപ്പ് ഒന്നും അല്ല, ഫുൾ ഷോപ്സ് ആണ്. അടിപൊളി. ഇവിടെ നോക്കിയേ, ടോയ്സ് ഭയങ്കര രസം. സ്പൈഡർമാൻ, ഹൾക്ക് മച്ചാണ്ട്. ഈ ഒരു ഷോപ്പ് മാത്രമല്ല, നമ്മുടെ ഈ ഒരു പട്ടായയിൽ ഒത്തിരി ഷോപ്സ് ഉണ്ട്. നമുക്ക് ഇന്ന് എന്തായാലും ഈ ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യാം. രസമുണ്ട്. കറക്റ്റാ. ഹൗ മച്ച്? 215. ഇവിടെ എന്തായാലും വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്ന
സാധനം മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ കടകളിലും പോയി വിലയൊക്കെ ഒന്ന് നോക്കിയിട്ട് മേടിച്ചാൽ നമുക്ക് ബെറ്റർ റേറ്റിന് കിട്ടും. വാവ്. ഇത് നോക്കിയേ, ഇവിടെ ഒരു ക്യൂട്ട് ഒരു തുറങ്ങി കിടക്കുന്ന വീട്ടിൽ പോർക്ക ഡൈ ഓരണക്കമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കറങ്ങി കൺഫ്യൂസ് ആവും എന്ത് വാങ്ങണമെന്ന്. അമ്മാതിരി ഷോപ്സ് ഉണ്ട്, അമ്മാതിരി കളക്ഷൻസ്. കേട്ടില്ല, വാച്ചിന് മാത്രം എത്ര കളക്ഷനാണ്. ഇവ നോക്കിക്കാൻ നല്ല സെറ്റപ്പ് അല്ലേ? എനിക്ക് തോന്നുന്നു ഹാലോവിൻ പാർട്ടിക്ക് യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. നൈസ് അല്ലേ നന്ദു? നന്ദു നൈസ് അല്ലേ? സുന്ദരി. നിങ്ങൾ അങ്ങ് ദൂരെ ഒരു ബോർഡ് കണ്ട, നമ്മുടെ സരവണ ഭവൻ. അങ്ങനെ തായ്ലാൻഡിൽ സരവണ ഭവനുണ്ട്. സരവണ ഭവനില്ലാത്ത സ്ഥലമില്ല കണ്ടാ. പിന്നെ ഇവിടെ ഒരുപാട് നമ്മൾ രാവിലെ കണ്ടില്ലേ, നല്ല ഫ്രഷ് കഞ്ചാവ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഒരുപാട് മസാജ് സെൻ്റർ ഉണ്ട്. നമ്മളിന്ന് മസാജ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ മസാജ് ചെയ്യാമായിരുന്നു. കുറേ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കണോ കണ്ടില്ലേ? ഇവിടെ കുറേ ചേച്ചിമാർ മസാജ് ചെയ്ത കാശൊക്കെ പിരിച്ചുകൊണ്ടിരിക്കണോ. സോ നമ്മൾ ഫുഡ് അടിക്കാൻ വന്നതാണ്. നോങ് ജായ് റെസ്റ്റോറൻറ്റ് എന്നാണ് എൻ്റെ പേര്. കിടില ആംബിയൻസ് ആണ്, നൈസ് ആംബിയൻസ് ആണ്. നമ്മളിവിടെ എന്താ ഓർഡർ ചെയ്യുന്നറിയോ? ഞാൻ ഇവിടെ തായ്ലൻഡ് വന്നിറങ്ങി കഴിക്കണമെന്ന് വെച്ചൊരു സംഭവമുണ്ട്. എന്തോന്നറിയോ? മാംഗോ സ്റ്റിക്കി റൈസ്. മാംഗോ സ്റ്റിക്കി റൈസ് ആണ്, ഭയങ്കര ഫേമസ് ആണ്. ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, കൊച്ചിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല ഒതൻറ്റിക് കിട്ടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ മാങ്ങയൊക്കെ ഭയങ്കര ഫ്രഷാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്യാം. ചിക്കൻ സലാഡ് നമ്മുടെ സീസർ സലാഡ് അല്ലേ? സീസർ സലാഡ് അതും മാംഗോ സ്റ്റിക്കി റൈസ് വരാനുണ്ട്. നമ്മൾ ബനാന ഷേക്ക് ഓർഡർ ചെയ്തു, അതുകൂടെ ഇരിപ്പുണ്ട്. ഇത് രക്ഷയില്ല അല്ലേ? ഞാൻ അത് ട്രൈ ചെയ്തു, അതും അടിപൊളിയാണ്. അടിപൊളി. നമ്മൾ സാധനം എത്തിയിട്ടുണ്ടോ? അതെ, നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന സംഭവം എത്തിയിട്ടുണ്ട്. ഒരു പ്രിപ്പറേഷൻ നോക്കി, ഒരു ഹാർട്ട് ഷേപ്പിൽ റൈസും കാണിച്ചു തരാവേ. ഉണ്ടോ ഹാർട്ട് ഷേപ്പിൽ ആ റൈസും, പിന്നെ അതെന്ത് നോക്കും, അതോ എന്തോ വേണം ക്രീം. ചില സ്ഥലത്ത് മറ്റേ ഈ ഒരു സ്ഥലം ചട്നിയൊക്കെ വരുമായിരുന്നു. കോക്കനട്ട് ക്രീം സൂപ്പറാ. ഞാൻ വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. ട്രൈ ഇട്ട് വയ്യ ഇൻട്രസ്റ്റ് ഇവനെ. ഇപ്പോൾ നമ്മൾ റൈസും ചിക്കനും ഇട്ട്, റൈസും ചിക്കനും ഒന്ന്, റൈസും മാങ്ങയൊക്കെ ഇട്ട് അടി മാങ്ങ ഫ്രൈ ചെയ്ത മാംഗോ സ്റ്റിക്കി റൈസ് ഇതല്ലേ? ഇതാണ് ബെസ്റ്റ്. നമുക്ക് നോക്കാം. കുറച്ചുകൂടി വലിയ പ്ലാറ്റ് തരായിരുന്നു അല്ലേ? ഒരു മാങ്ങ കിട്ടിട്ട് അങ്ങനെ ഏകദേശം നമ്മുടെ ഫുഡ് ഇവിടെ തീരാറായി. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരു വലിയ കണ്ടന്റ് ആയോ എന്നൊന്നും അറിയില്ല, പക്ഷെ നാളെയൊക്കെ വരാൻ പോണ സംഭവമൊക്കെ ഒരു കിടിലം കണ്ടന്റ്സ് ആണ് അല്ലേ? കോറോ ഐലൻഡ്, പിന്നെ നമ്മൾ പുലിയെ കാണാൻ പോകും, സഫാരി വേൾഡ്, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നല്ലേ വിചാരിക്കുന്നത് അല്ലേ? ഇഷ്ടമായി കാണും അല്ലേ? ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 സ്ഥലത്ത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അൽക്കസാറൊക്കെ ഒരു രക്ഷണ സംഭവം, നിങ്ങളിവിടെ വന്ന് തന്നെ കാണാം. അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ തായ്ലാൻഡിലെ പട്ടായയിലെ അടുത്ത വിശേഷമായിട്ട് നമ്മൾ ഉടൻ വരും. ബൈ. മോനെ മാവേ തലവുത്തനായ കുരങ്ങനാണ് ഇവിടെ. പല്ലൊക്കെ പോടാടാ പല്ലൊക്കെ.
ഇതാണ് എൻ്റെ രാജകൊട്ടാരം, ഇതാണ് എൻ്റെ പ്രജകൾ. നമ്മളെ മുതല ഗ്രില്ലായി ഉണ്ടിക്കാം. ആ എക്സൈറ്റഡ് ആണ്, ടെൻഷൻ ആണ്, പേടിയാണ്. കണ്ട ഒരു പൂച്ചക്കുട്ടി കളിക്കുന്നു, ഒരു വലിയ പൂച്ച നമ്മുടെ അടുത്ത് നിന്ന് കളിച്ച് എങ്ങനെയൊക്കെ അതേപോലെയാണ് ഇരിക്കണം. പക്ഷെ നമ്മളെ മനസ്സിലൂടെ പട്ടാന്ന് അടിക്കുകയാണ്. ചെല്ലം പാടി നടക്കും പുൽച്ചാടി, ഞാനും നിന്നെ പോര് പുൽച്ചാടി. നീ വാവോ പുലി ഉണ്ണി വാവോ.